അഷ്കർ അലി കരിമ്പയാണ് നമുക്കൊപ്പം ചേർന്നത്. അടുത്ത വാർത്തയിലേക്ക് വന്നാൽ പുനരധിവാസം വൈകുന്നതിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർ ഉരുൾപൊട്ടൽ മേഖലയിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുകയാണ്. ദീപക് മോഹൻ സ്ഥലത്തുണ്ട്. ദീപക് മോഹൻ, ഗുഡ് മോർണിംഗ്. കഞ്ഞിവെച്ചുള്ള പ്രതിഷേധത്തിലേക്ക് ദുരിതബാധിതർ കടക്കുന്നുവെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പ്രതിഷേധം തുടങ്ങിയോ? വെരി ഗുഡ് മോർണിംഗ് സുജയ പാർവതി. ഇന്നലെ ഈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കുടിൽക്കെട്ടി സമരം ആരംഭിക്കുമെന്നാണ് അറിയിച്ചത്. ഇപ്പോൾ ഈ ബെയിലിപ്പാലത്തിന് സമീപമുള്ള ചൂരൽമല ടൗണിലാണ്. ചൂരൽമല അങ്ങാടിക്ക് സമീപം ഇവിടെ ദുരന്തബാധിതർ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുകയാണ്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ 5 സെന്റ് സ്ഥലം എന്നതിന് പകരം ടൗൺഷിപ്പിൽ 10 സെന്റ് സ്ഥലമാക്കി കൊടുക്കുക, അതുപോലെ തന്നെ പുനരധിവാസത്തിലുള്ള ഈ 3 വാർഡുകളിലുമുള്ള മുഴുവൻ ആളുകളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ദുരന്തബാധിതർ പറയുന്നുണ്ട്. അതിലൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെല്ലെപ്പോക്കുണ്ടാവുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കഞ്ഞിവെച്ച ഒരു സമരത്തിലേക്ക് ഇപ്പോൾ അവർ കടന്നത്. നമുക്ക് ഇപ്പോൾ ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഇവരൊക്കെ നേരത്തെ നമ്മൾ അറിയുന്ന ആളുകളാണ്. ഇപ്പോൾ പുതുതായ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ? ഇല്ല, ഈ ലിസ്റ്റിലെ പേര് വന്നിട്ടില്ല. ഞങ്ങളാണ് സമരം പറ്റുള്ള ആളുകളാണ്. നമ്മളെ പിന്നെ വീടും സ്ഥലവും അവിടെ ഉള്ളതാണ്. ഇതുവരെ നമുക്ക് ഒരു അതിൽ ഫസ്റ്റ് ലിസ്റ്റിലും വന്നില്ല, രണ്ടാമത്തിലും വന്നിട്ടില്ല. എന്നിട്ട് ഈ പാലം മറികടക്കണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മറികടന്നേ പറ്റൂ. ഞങ്ങൾ മറികടക്കും. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വീടും സ്ഥലത്തിലൊരു വീട് നമുക്ക് അനുവദിച്ച് തരണം ഗവൺമെന്റ്. ഈ പാലം കടക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. സുദേവൻ, നമ്മളെ ഉരുൾപൊട്ടലിൽ മരിച്ച സുദേവന്റെ സഹോദരൻ സഹദേവനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ പ്രതികരിച്ചത്. നമ്മളോടൊപ്പം ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് സമരം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ കുടിൽ കെട്ടുമോ? അപ്പുറത്ത് കുടിൽ കെട്ടി തന്നെയും കുടിൽ കെട്ടി അക്കരെ കിടക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദുരന്തബാധിതർ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് ഈ ലിസ്റ്റുകൾ ദിവസം 8 മാസമായിട്ടും ഇങ്ങനെ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. പിന്നെ ഈ വീടുകളും ഈ സ്ഥലങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിച്ചഭൂമി പിടിച്ചെടുത്തിട്ടല്ല ഈ വീടുകളൊക്കെ കെട്ടിയിരിക്കുന്നത്. ഈ കിളുന്ത് നുള്ളിയിട്ട് പൂർവികരുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഇതെല്ലാം ഭൂമിയും വാങ്ങിയിട്ടുള്ളത്, വീടും വെച്ചിട്ടുള്ളത്. ആ വീടാണ് പ്രകൃതി കൊണ്ടുപോയത്. എന്നിട്ട് ഈ ജനങ്ങളാൽ കൊടുത്ത 720 കോടി രൂപ ഇപ്പോൾ CMDRF ഉണ്ടല്ലോ, അതെടുത്തിട്ടെങ്കിലും ഈ കുടുംബങ്ങളെ പരിരക്ഷിച്ചുകൂടെ എന്നാണ് ഗവൺമെൻറ്റിനോട് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് ബാക്കിലേക്ക് പോകുന്നു? മിനിസ്റ്റർ ഓരോ ദിവസവും നല്ല നല്ല വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇന്നലെ പറഞ്ഞു ഐസൊലേറ്റഡ് ആയപ്പെട്ട വ്യക്തികളെ കൂടി ഞങ്ങൾ ഇതിൽ പരിഗണിക്കുന്നു പറഞ്ഞു. ഈ 8 മാസം കൊണ്ട് ഐസൊലേറ്റഡ് ആയ വ്യക്തികളെ കണ്ടുപിടിക്കാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ലേ? പിന്നെ എന്തിനും നിങ്ങൾ പറയുന്നു? വാഗ്ദാനങ്ങൾ എന്ത് കൊടുക്കുന്നു? പിന്നെ ഇവർ കുടിൽ കെട്ടിയല്ലാതെ എന്താണ് ഇവർക്ക് ഇതിലുള്ളത്? വാടക കെട്ടിടത്തിൽ എത്ര ദിവസം ജീവിക്കും? വാടക വീട്ടിൽ എത്ര ദിവസം കൊണ്ട് ജീവിക്കും? ഇവരുടെ ഒരു പ്രതിഷേധം എന്നുള്ളത് സ്വാഭാവികമാണ്. മാസം 7 കഴിഞ്ഞു. ഇതുവരെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. കഴിഞ്ഞ ഡിസംബറിലൊക്കെ ഈ തറക്കല്ലിടൽ ആരംഭിക്കുമെന്ന് നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുന്നത്. ഇനിയിപ്പോൾ പാലം കടന്നപ്പുറത്തേക്ക് കടക്കുമോ? പാലം കടക്കലല്ലേ, ഞങ്ങളുടെ ഭൂമിയല്ലേ അവിടെ കിടക്കുന്നത്. ഞങ്ങളുടെ ഭൂമി അതെന്താ? ഞങ്ങളുടെ ഭൂമിക്ക് ഞങ്ങൾക്ക് പോകണ്ടേ? ഞങ്ങൾക്ക് പകരം ഭൂമി തരുന്നില്ല. ആ പകരം ഭൂമി തരാതെ ഞങ്ങളുടെ ഭൂമിയിൽ പിന്നെ പോകണ്ടേ? ഞങ്ങൾ പോവുകയും ചെയ്യും, പാലം കടക്കുകയും ചെയ്യും. ഞങ്ങളവിടെ ഷെഡ് കെട്ടും, കഞ്ഞി വെക്കും, പാല് കാച്ചും, എല്ലാം ചെയ്യും. ഞങ്ങൾ ഇനി ഇവിടെ ഇരിക്കുക. ഞങ്ങളുടെ സമരം ഈ രീതിയിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങൾ ഈ ദുരന്തബാധിതരെ ഞങ്ങൾ ഒരവകാശവാദമില്ല. ഞങ്ങൾക്ക് അത് തരണം, ഇത് തരണം. സർക്കാർ ജനത്തോട് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങൾ പാലിച്ചാൽ മതി. അല്ലാതെ ഞങ്ങൾക്ക് പുതിയതായിട്ട് ഒരു ആവശ്യമില്ല, ഒരു ഡിമാൻഡും ഇല്ല. വാഗ്ദാനങ്ങൾ ഞങ്ങളെ മുൻ നിർത്തിയിട്ട് പണം പിരിക്കുമ്പോൾ ഒരു വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. 10 സെൻറ്റ് സ്ഥലം, 1000 സ്ക്വയർ ഫീറ്റ് വീട്. പണം പിരിച്ചു കഴിയുമ്പോൾ ഒരു സ്വഭാവം, പണം പിരിക്കുന്നതിന് മുമ്പ് മറ്റൊരു സ്വഭാവം എന്ന് പറഞ്ഞ് ഞങ്ങളെ പുനരധിവസിപ്പിക്കാൻ ഇപ്പോൾ കേന്ദ്രം സഹായിക്കേണ്ട, അല്ലെങ്കിൽ നികുതി പണം വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങളെ മുൻനിർത്തി പിരിച്ചെടുത്ത് 800 കോടി രൂപ മാത്രം മതി. 150 ഏക്കർ പുനരധിവാസം വൈകുന്നതിനുള്ള പ്രതിഷേധമാണ് അവിടെ ഇപ്പോൾ ദുരിതബാധിതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദീപക് മോഹനാണ് അവിടെ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകുന്നത്. ദുരിതബാധിതരെ ചേർത്ത് നിർത്തുന്നതിൽ കാലതാമസം ഇനിയും ഉണ്ടായിക്കൂടാ എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് അവരുടെ ഈ പ്രതിഷേധം.